ജീവിതത്തിന്റെ ആകസ്മികതകളിൽ, ആധികളുടെയും വ്യാധികളുടെയും ഏകാന്ത തുരുത്തുകളിൽ പകച്ചു നിൽക്കുന്ന കുറെ ആളുകൾ. കർമ്മദോഷമോ വിധി വൈപരീത്യമോ എന്തു പേരിട്ട് വിളിച്ചാലും അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട കുറെ മനുഷ്യജന്മങ്ങൾ. ഇത് കാലങ്ങൾക്ക് മുൻപ് പറഞ്ഞു വച്ച ഒരു കവിവാക്യം. ആർത്തസ്വരം കേൾക്കുന്ന കാതാണ് യഥാർത്ഥ കാത്. കാരുണ്യമാർന്ന ദൃഷ്ടിയാണ് ഈ ലോകത്തിലെ യഥാർത്ഥ കണ്ണുകൾ. ആർക്കും സാന്ത്വനമേകുന്ന നാവാണ് യഥാർത്ഥ നാവ്. സാധുക്കളെ താങ്ങുന്ന കൈകളാണ് ഏറ്റവും വലിയ ബാഹുക്കൾ. ഈ കാവ്യബിംബത്തിനു മേലെയായി ഉറവ വറ്റാത്ത നന്മ സൂക്ഷിക്കുന്ന മനസ്സുകളുള്ള ഈ മണ്ണിൽ, പ്രവാസത്തിന്റെ ഉഗ്രതാപം പേറുന്ന ഈ മരുഭൂമിയിൽ, ഇങ്ങ് കുവൈറ്റിൽ സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും പൊൻവെളിച്ചം പകരുവാൻ ഒരു സുഹൃത്ത് കൂട്ടായ്മ. അതാണ് സാന്ത്വനം കുവൈറ്റ് എന്ന സന്നദ്ധ സംഘടന. മാരകമായ രോഗങ്ങൾക്കിടയായി ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യവുമായി 2001 നാമമാത്രമായ കുറച്ചുപേർ തുടങ്ങിയ ഈ നന്മയുടെ കൂട്ടായ്മ ഇന്ന് 3000-ഓളം വരുന്ന സമാന മനസ്കരായ അംഗങ്ങളുടെ സ്നേഹ വീടായി മാറി. കഴിഞ്ഞ 14 വർഷങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിർധന രോഗികൾക്ക് സാന്ത്വനം കുവൈറ്റ് ചികിത്സാ ധനസഹായം നൽകി വരുന്നു. 2001 മുതൽ ഇതുവരെ ഒരു മാസം പോലും അത് മുടങ്ങിയിട്ടില്ല. ഇപ്പോൾ എല്ലാ മാസവും 70-ലേറെ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുവാൻ സാന്ത്വനത്തിന് കഴിയുന്നു. സാന്ത്വനത്തിനെ ഏൽപ്പിക്കുന്ന ധനസഹായം അത് അർഹിക്കുന്ന ഇടങ്ങളിൽ എത്തുമെന്നുള്ള ഒരു ഉറപ്പ് ആളുകൾക്കുണ്ട്. കുവൈറ്റിലെ പ്രവാസി സംഘടനകളിൽ വളരെ വ്യത്യസ്തമായ ഒരിടം സാന്ത്വനം നേടിയിട്ടുണ്ട്. സാന്ത്വനം എന്നത് ഒരു സംഘടന എന്നതിനപ്പുറം ഒരു സംസ്കാരവും ജീവിത രീതിയുമായി നമ്മുടെ സമൂഹത്തിൽ മാറണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ അംഗങ്ങളിൽ നിന്നും അഭ്യുദയകാംക്ഷകളിൽ നിന്നും ശേഖരിക്കുന്ന ചെറിയ വിഹിതങ്ങൾ യാതൊരു പരസ്യ പ്രസ്താവനകളുടെയും പിൻബലമില്ലാതെ മാസം തോറും യഥാസമയം അതർഹിക്കുന്നവരുടെ കൈകളിലേക്ക് പകർന്നു നൽകുന്നു. വിരലിൽ എണ്ണാവുന്ന അംഗങ്ങളുമായി 2001 ഈ സംഘടന തുടങ്ങിയത്. ഇന്ന് 14 വർഷങ്ങൾ പിന്നിടുമ്പോൾ 3000-ൽ പരം അംഗങ്ങളുള്ള സംഘടനയായി ഈ സംഘടന വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കൂടുതൽ അംഗങ്ങളെ ചേർക്കുവാനും അതുവഴി കൂടുതൽ പേർക്ക് സഹായം എത്തിക്കുവാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. സ്വാർത്ഥസ്പർശം തെല്ലുമില്ലാതെ ജനസേവനം തന്നെയാണ് മഹത്തരമായ മതം എന്ന ഗാന്ധിജിയുടെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് നിരവധി ജീവിതങ്ങളിൽ പ്രത്യാശയുടെ കൈത്തിരികൾ നീട്ടി സാന്ത്വനം കുവൈറ്റ് ഒരു വ്യാഴവട്ടം പിന്നിടുമ്പോൾ ഈ മഹാവൃക്ഷം തണലേകിയത് നിർധനരും നിരാലംബരുമായ 6000-ലധികം രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കായി ചെലവഴിച്ചത് 5.5 കോടിയിലധികം രൂപയുടെ ചികിത്സാ സഹായവുമാണ്. കഴിഞ്ഞ 14 വർഷത്തെ കർമ്മനിരതമായ പ്രവർത്തനത്തിലൂടെ നിർധനരും നിരാലംബരുമായ രോഗികൾക്ക് അവരുടെ ചികിത്സയ്ക്കായി കോടിക്കണക്കിന് രൂപയുടെ സഹായം എത്തിച്ച് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായി സാന്ത്വനം കുവൈറ്റിന് സാധിച്ചു. ഇത്തരം കൂട്ടായ്മകൾ നാട്ടിലുടനീളം ഉണ്ടാവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന സഹായ അഭ്യർത്ഥനകൾ, രോഗികൾ നേരിട്ടയക്കുന്ന അപേക്ഷകൾ, അംഗങ്ങളും സുഹൃത്തുക്കളും സാമൂഹ്യക്ഷേമ സംഘടനകളും വഴി ലഭിക്കുന്ന സഹായ അഭ്യർത്ഥനകൾ എന്നിവയാണ് മുഖ്യ പരിഗണനയിൽ വരുന്നവ. ഈ അപേക്ഷകൾ എല്ലാ മാസവും ചേരുന്ന സാന്ത്വനം കുവൈറ്റിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്ത് അതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. ഏറ്റവും അർഹരായ രോഗികളെ തിരഞ്ഞെടുത്ത് ആ രോഗികൾക്കാണ് എല്ലാ മാസവും സാന്ത്വനം സഹായം എത്തിക്കുന്നത്. ഏറ്റവും സഹായമർഹിക്കുന്ന തുടർ ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്ക് മാസം 5000 രൂപ വീതവും ഒരു പെൻഷൻ പദ്ധതി എന്ന രീതിയിൽ സാന്ത്വനം അയച്ചു കൊടുക്കുന്നു. സാന്ത്വനം കുവൈറ്റിന്റെ കർമ്മപാതയിൽ
പിന്നിട്ട വർഷങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ സ്നേഹസ്പർശത്താൽ വിരിഞ്ഞ പൂക്കളുടെ ഇതളുകൾ ഓരോന്നായി പറഞ്ഞാൽ തീരില്ല. ഇത് അവയിൽ ചിലത് മാത്രം. സുനാമി ദുരന്തത്തിനിരയായി ജീവിതം അനാഥത്വത്തിലേക്ക് തള്ളിവിടപ്പെട്ട 17 കുട്ടികളുടെ പുനരധിവാസം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സർവനാശം വിതച്ച എൻഡോസൾഫാൻ ദുരന്തത്തിനിരയായി നിസ്സഹായരാക്കപ്പെട്ട 60ഓളം കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി ചെയ്ത സഹായം എന്നിവ അതിൽ ചിലത് മാത്രം. ഇതാ കാരുണ്യത്തിന്റെ കരങ്ങൾ താങ്ങായ ഒരു ദുരന്ത ജീവിതത്തിന്റെ നേർക്കാഴ്ച. നമ്മളെ ഇഷ്യൂ പുറത്തു പറഞ്ഞ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് നമ്മൾക്ക് ഹെൽപ്പ് കൊടുത്ത ഒരു സംഘടനയാണ് സാന്ത്വനം കുവൈറ്റ്. നമ്മളെ കേരള മലയാളീസ് അവർ അസോസിയേഷൻ ആയിട്ടുള്ളവർ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് നമ്മൾക്ക് എത്രയോ പേർക്ക് മോർ ദൻ 200 പേഷ്യൻസിന് അവർ ചെറിയ തോതിൽ ആദ്യം അവർ ഹെൽപ്പ് കൊടുത്തു. ഒരു പ്രദീപ് എന്ന് പറയുന്ന ഒരു ആൺകുട്ടി, അവരെ അച്ഛന് ക്യാൻസറിൽ ഇപ്പോൾ ഈ വർഷം മരിച്ചു. നോക്കാൻ ഒരാളും ഇല്ല വീട്ടിൽ, ടോട്ടലി ബെഡ് റിഡൻ. അങ്ങനത്തെ പേഷ്യൻറ്റിന് നമ്മളെ സാന്ത്വനം കുവൈറ്റ് റെഗുലറായിട്ട് എത്രയായെങ്കിലും അവർ റെഗുലറായിട്ട് അവർക്ക് അയക്കുന്നുണ്ട്. ഒരു 4-5 വർഷമായിട്ട് ഒരു നല്ല കാര്യമാണ്. ഞങ്ങൾക്ക് അറിയില്ല, അമ്മ മാത്രമേ ഉള്ളത്. അതുകൊണ്ട് സാന്ത്വനം കുവൈറ്റ് അവരെ കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. പിന്നെ ഇതുപോലെ മുമ്പിലോട്ട് കൊണ്ടുപോയെങ്കിലേ എനിക്ക് എൻ്റെ ഭക്ഷണത്തിനും എല്ലാത്തിനും സഹായം ആവും. അതുകൊണ്ട് ഇത് മുമ്പിലോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനു പുറമെ എൻഡോസൾഫാൻ ദുരന്തത്തിനിരയായ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനായി കാസർഗോഡ് ആരംഭിച്ച ബഡ് സ്കൂളിൽ പഠിക്കുന്ന 45ഓളം വരുന്ന കുട്ടികളുടെ പോഷകാഹാരങ്ങൾക്കും വസ്ത്രങ്ങൾക്കുമായി സാന്ത്വനം കുവൈറ്റ് എല്ലാ മാസവും നൽകി വരുന്ന ധനസഹായം. സാന്ത്വനം കുവൈറ്റിന്റെ ആദ്യത്തെ സഹായം എന്ന് പറയുന്നത് 2012 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഇവിടെ അവതരിപ്പിച്ച ഓണാഘോഷത്തിന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂണിഫോം വിതരണം ചെയ്തതാണ്. അതിനുശേഷം 2013 ജനുവരി മുതൽ 2013 ജൂലൈ വരെ സാന്ത്വനം കുവൈറ്റിന്റെ സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചത് കുട്ടികളുടെ ഫുഡിന് വേണ്ടിയിട്ടാണ്. എല്ലാ നല്ല രീതിയിലുള്ള ഐറ്റങ്ങളൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഹാർട്ട് കെയർ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പിലാക്കിയ ഹൃദയ ശസ്ത്രക്രിയാ പദ്ധതി, സൗജന്യ മരുന്ന് വിതരണം തുടങ്ങി മാനവ സേവനത്തിന്റെ സമസ്ത മേഖലകളിലും ഒരു കൈത്താങ്ങായി മാറുകയായിരുന്നു സാന്ത്വനം കുവൈറ്റ്. എൻ്റെ പേര് കൃഷ്ണൻ. എനിക്ക് സുഖമില്ല, എൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ. അതിന് ഹാർട്ട് ഓപ്പറേഷൻ 2 ലക്ഷം ചിലവായി. അതിന് ഇത് സാന്ത്വന കുവൈറ്റ് സഹായിച്ചു. അതല്ല നാട്ടുകാർ ഡോക്ടർമാർക്കും സഹായിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ രോഗികൾക്കായുള്ള ധനസഹായവും സാന്ത്വനം കുവൈറ്റ് ഏറ്റെടുത്ത് നടത്തുന്ന വിശ്രമ സങ്കേതവും രോഗികൾക്കും അവരെ അനുഗമിക്കുന്ന ബന്ധുക്കൾക്കും ഒരു അത്താണിയായി മാറിയിരിക്കുകയാണ്. സാമൂഹ്യ സേവന രംഗത്ത് തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ദേവകി വാര്യർ ഫൗണ്ടേഷനുമായി സഹകരിച്ച് തിരുവനന്തപുരം ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ 70 മുറികളും മറ്റ് സജ്ജീകരണങ്ങളുമുള്ള ഒരു കെട്ടിടം 46,000 രൂപ പ്രതിമാസ വാടക നൽകി ഏറ്റെടുത്തുകൊണ്ട് ചികിത്സയ്ക്കായി എത്തുന്ന നിർധന രോഗികളും അവരുടെ സഹായികളുമായ കുറഞ്ഞത് 300ഓളം പേർക്ക് സൗജന്യ താമസവും ഭക്ഷണവും ഓരോ മാസവും നൽകി വരുന്നത്. അങ്ങനെ കരുതലിന്റെ മറ്റൊരു വാങ്മയ ചിത്രം നമുക്ക് മുമ്പിൽ തീർക്കുകയാണ് സാന്ത്വനം കുവൈറ്റ്. കഴിഞ്ഞ 2 വർഷമായി സാന്ത്വനം കുവൈറ്റ് എന്ന സംഘടന, അവിടെയുള്ള മലയാളികളായ കുറച്ച് ചെറുപ്പക്കാർ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ആ സംഘടന ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് അടയ്ക്കാനുള്ള പൈസ മുഴുവനായിട്ട് സ്പോൺസർ ചെയ്യുകയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം തരുന്ന ഒരു നടപടിയാണ്. ഇവിടെ താമസിക്കുന്ന 70 പേരും ചാലക്കുടി റോഡിലുള്ള ഞങ്ങളുടെ സ്വന്തം കെട്ടിടത്തിൽ താമസിക്കുന്ന 110 പേരും ഉൾപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം,
താമസം ഇവയെല്ലാം കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് സാന്ത്വനം കുവൈറ്റിൻ്റെ ഈ വലിയ ധനസഹായമാണ്. ജീവിതത്തിന്റെ വഴിത്താരയിൽ എവിടെ നിന്നോ വന്നെത്തിയ ഒരു ജീവനും അതിന് താങ്ങായി മാറിയ മറ്റൊരാളും കണ്ണീരുണങ്ങാത്ത അവരുടെ ജീവിതത്തിലെ കിടാവിളക്കായി മാറി സാന്ത്വനം കുവൈറ്റ്. ഓച്ചിറ ഭിക്ഷയാചിച്ച് നടന്ന് ഒരു മകനെ പഠിപ്പിക്കുകയും സ്വന്തം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഇവർക്ക് പ്രതിമാസം 5000 രൂപ വീതം 2 വർഷക്കാലമായി നിരന്തരം പെൻഷൻ പദ്ധതിയിലൂടെ അയച്ചു കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ എത്ര അനുമോദിച്ചാലും മതി വരില്ല. സാന്ത്വനം കുവൈറ്റ് എൻ്റെ കാശുള്ളതുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്നെ മരിച്ചുപോയനെ. അത് വരുന്നതിന് കാത്തിരിക്കുന്ന ഒരാളാണ്. ഈ സംഘടനയെ സഹായിക്കാൻ മത സാമുദായിക ശക്തികളില്ല, രാഷ്ട്രീയ പാർട്ടികളില്ല, പ്രവർത്തകർ മാത്രം. ഉദ്ദേശശുദ്ധി എന്ന ഒരേ ഒരു ചാലക ശക്തിയാണ് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 3000-ഓളം മെമ്പർമാരുള്ള ഒരു സംഘടനയാണിത്. ഒരു പക്ഷേ കുവൈറ്റിൽ ഏറ്റവും അധികം മെമ്പർമാരുള്ള സംഘടനകൾ ഒന്നാണ് സാന്ത്വനം. ആദിവാസികൾ, ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികൾ, ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം. പാവപ്പെട്ട നിഷ്കളങ്കരായ ഇവരുടെ ദൈന്യതയ്ക്ക് ആരാണ് ചെവിയോർക്കാനുള്ളത്? ആ ഒറ്റപ്പെടലിൽ സാന്ത്വനം കുവൈറ്റ് നീട്ടിയ കാരുണ്യത്തിന്റെ കരങ്ങൾ അവർക്കാശ്വാസമായി. അട്ടപ്പാടി ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ രോഗികളുടെ പരിചരണത്തിനായി 4 അസിസ്റ്റന്റ് നഴ്സുമാരെ നിയമിച്ച് തുടർച്ചയായി അവർക്ക് ശമ്പളം നൽകുന്ന പദ്ധതി. കൂടാതെ അവിടുത്തെ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്കായുള്ള ധനസഹായം സാന്ത്വനം കുവൈറ്റ് നൽകുകയുണ്ടായി. സാന്ത്വനം മാസം തോറും നടത്തിവരുന്ന സഹായങ്ങൾക്ക് പുറമെ ഓണത്തിനോടനുബന്ധിച്ച് കേരളത്തിലെ ജീവകാരുണ്യ സംഘടനകൾക്കും മറ്റും സഹായം ചെയ്തു വരുന്നു. തിരുവനന്തപുരം 2005 മുതൽ തിരുവനന്തപുരം അഭയയ്ക്ക് സഹായം നൽകിക്കൊണ്ടാണ് ഇതിന് തുടക്കമിട്ടത്. തുടർന്ന് എല്ലാ വർഷങ്ങളിലും ആലുവ ശിശുഭവൻ, പത്തനാപുരം ഗാന്ധി ഭവൻ, അട്ടപ്പാടി ആദിവാസി ഊരുകൾ എന്നിവയ്ക്കും ഓണത്തിനോടനുബന്ധിച്ചുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ മംഗലാപുരം സിയോൺ ആശ്രമത്തിനും മറ്റ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംഘടനകൾക്കും സഹായം ചെയ്തു വരുന്നുണ്ട്. ഗുരുവായൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ കൽപ്പറ്റയിൽ വൃക്കരോഗികൾക്കായി പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിലേക്ക് സൗജന്യമായി ഡയാലിസിസ് മെഷീൻ വാങ്ങി നൽകുകയുണ്ടായി സാന്ത്വനം കുവൈറ്റ്. വയനാട് ജില്ലയിൽ നല്ല സെമിത്തേരിയുള്ളൂ, നല്ല ആശുപത്രി ഇല്ല എന്ന് എഴുതി വെച്ച് കണ്ടപ്പോഴാണ് ആദ്യമായി അവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റിന്റെ അത്യാവശ്യത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നതും അവിടേക്ക് വേണ്ട മിഷന് വേണ്ടി പലരെയും സമീപിച്ച കൂട്ടത്തിൽ തന്നെയാണ് സാന്ത്വനം കുവൈത്തിനെ നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി ഒരു മിഷൻ അവർ ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ 9 മിഷനുള്ള ഒരു നല്ല ഡയാലിസിസ് യൂണിറ്റ് ഞങ്ങൾ അവിടെ തുടങ്ങി. എല്ലാ മാസവും 12 ഡയാലിസിസ് ചെയ്യാനായി 6000 രൂപ സാന്ത്വനം കുവൈറ്റ് ശാന്തിക്ക് നൽകാറുണ്ട്. തുടക്കത്തിൽ കേരളത്തിലെ നിർധന രോഗികൾക്കായി ആരംഭിച്ച ചികിത്സാ സഹായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കുവൈറ്റിലെ പ്രവാസി സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ കൂടി ജീവിത പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന വിധത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു. സാന്ത്വനം കുവൈറ്റ് സാക്ഷ്യപ്പെടുത്തിയ ഈ പ്രവർത്തനങ്ങൾ കൂടാതെ എല്ലാ വർഷവും പ്രത്യേക കർമ്മ പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നു. അതിലൊന്നായ ഗിഫ്റ്റ് സൈറ്റ് പ്രോഗ്രാമിലൂടെ 100ഓളം വൃദ്ധർക്ക് തിമിര രോഗ ശസ്ത്രക്രിയ നടത്തി അവരെ കാഴ്ചയുടെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 2014 പ്രത്യേക സഹായ പദ്ധതിയിലൂടെ ക്യാൻസർ, കിഡ്നി, ഹൃദയരോഗങ്ങളാൽ കുവൈറ്റിൽ കഷ്ടത അനുഭവിച്ച 10ഓളം രോഗികളെ 1 ലക്ഷം രൂപ വീതം നൽകി നാട്ടിലെത്തിച്ച് തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. അവരിലേറെ പേരെയും
ശസ്ത്രക്രിയയ്ക്കു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. കൂടാതെ കാശ്മീർ പ്രളയക്കെടുതിയിൽ അമർന്നവർക്ക് സാന്ത്വനമേകാൻ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗൂഞ്ച് എന്ന സന്നദ്ധ സേവന സംഘടനയുമായി സഹകരിച്ച് 1 ലക്ഷം രൂപയുടെ അവശ്യ സാധന സാമഗ്രികൾ വാങ്ങി നൽകി. ഇതുകൂടാതെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഭാഗഭാക്കാകാനും സാന്ത്വനം കുവൈറ്റിനായി. മാന്യ പ്രേക്ഷകരും ഇത്തരം കൂട്ടായ്മയിൽ പങ്കാളികളാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സാന്ത്വനം കുവൈറ്റിന് എൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. സാന്ത്വനം കുവൈറ്റിന്റെ സേവന പ്രവർത്തനങ്ങൾ കണ്ട് വിലയിരുത്തി അയച്ച ആശംസാ സന്ദേശത്തിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഇങ്ങനെ പറഞ്ഞു: ദരിദ്രദേവോ ഭവ എന്ന തത്വം അംഗീകരിച്ച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനം വിജയിക്കുന്നത് മനുഷ്യരാശിയോടുള്ള ക്ഷേമത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ളതിനാലാണ് എന്ന് മനസ്സിലാക്കാനാകും. ഈ ലക്ഷ്യം വിജയിക്കട്ടെ. അനാഥർ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ ദൈന്യതയിൽ ഹൃദയവായ്പ് തോന്നി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം അഭയ, മംഗലാപുരം സിയോൺ ആശ്രമം, എറണാകുളം തിരുവോരം എന്നിവിടങ്ങളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചും സാന്ത്വനം സമർപ്പിത സേവനത്തിന്റെ മുഖമുദ്രയായി. സാന്ത്വനത്തിന്റെ കർമ്മവീഥിയിൽ 2015 നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് കൊച്ചിൻ ക്യാൻസർ സെന്ററിലേക്കുള്ള മൊബൈൽ മാമോഗ്രാം യൂണിറ്റിലേക്കുള്ള സഹായം, കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കുടിവെള്ള പദ്ധതിക്കായുള്ള സാമ്പത്തിക സഹായം, കാസർഗോഡ് ബദിയടുക്കയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ആരംഭിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ നവീകരണത്തിനായുള്ള സാമ്പത്തിക സഹായം, കൊല്ലം ജില്ലയിലെ അർബുദ രോഗികളുടെ ആരോഗ്യക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന ക്യാൻസർ സെന്റർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന പദ്ധതിയിൽ ക്യാൻസർ രോഗികളുടെ കുട്ടികൾക്കായുള്ള വിദ്യാധന സഹായം, പോഷകാഹാര വിതരണം, പ്രാഥമിക ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടുന്ന അടിയന്തര സഹായം എന്നിവ ഉൾപ്പെടുന്നു. എനിക്ക് 14 വർഷം കൊണ്ട് ക്യാൻസർ പേഷ്യൻ്റാണ് ഞാൻ. എൻ്റെ ഭർത്താവിനും സുഖമില്ലാത്തതാണ്. സാന്ത്വനം കുവൈറ്റിൽ നിന്ന് എനിക്ക് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനിയും സഹായങ്ങൾ ലഭിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സാന്ത്വനം കുവൈറ്റിന്റെ പിന്നിട്ട വർഷങ്ങളിലെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ തെക്ക് പാറശാല മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ള ഒട്ടുമിക്ക ഗ്രാമങ്ങളിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും രോഗികൾക്കായുള്ള സഹായം എത്തിച്ചുകൊണ്ട് രോഗസാന്ത്വനത്തിന്റെ സർവ്വസാന്നിധ്യമാകാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തിനും ഏതിനും ലാഭേച്ഛ മാത്രം മുന്നിട്ട് നിൽക്കുന്ന ഈ സമൂഹത്തിൽ കാരുണ്യത്തിന്റെ ഈ കെടാദീപം എന്നും അനശ്വരതയിൽ അണയാതെ 1000 ജീവിതങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന തേജസൂര്യനായി ജ്വലിക്കട്ടെ.